മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം PSCയിലെ സംവരണത്തെ കുറിച്ചാണ്. അതായത് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും എത്ര ശതമാനമാണ് സംവരണം കിട്ടുന്നത്, റൊട്ടേഷൻ ചാർട്ട് എങ്ങനെയായിരിക്കും, ഇന്ത്യയിൽ എങ്ങനെ സംവരണം വന്നു, ഇനി എത്ര കാലം ഉണ്ടാകും, അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും പഠിക്കുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കണം അയാളുടെ സാധ്യത എത്രമാത്രമുണ്ട്. അതെല്ലാം അറിഞ്ഞ് നമുക്ക് ഈ സെഷനിലേക്ക് നമുക്ക് പോവാം. സോ സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും സംവരണം എന്ന് പറയുന്ന വിഷയത്തെ പറ്റി കുറെ ആളുകൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ഈ ജനറൽ കാറ്റഗറിക്ക് എങ്ങനെയാണ് ഈ സംവരണം കിട്ടുക, അതുപോലെ റൊട്ടേഷൻ ചാർട്ടിൽ എങ്ങനെയാണ് ഈ സംവരണം റിഫ്ലക്റ്റ് ആവുക, എങ്ങനെയാണ് ഈ സംവരണം വന്നത്, ഇങ്ങനെ കുറെ സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. അപ്പൊ നമുക്ക് ഇത് തീർച്ചു കൊടുക്കാൻ പറ്റിയാൽ അടിപൊളിയായിട്ട്. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് തന്നെ പറയാം, ഈ സംവരണം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സാധനമല്ല. അതായത് എല്ലാവരുടെ മനസ്സിലെ ധാരണ എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്കാർ ഒരുപാടുണ്ട്, അപ്പൊ അതുകൊണ്ട് അവർക്ക് സംവരണം ഇല്ല, ബാക്കിയുള്ള ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അവർക്ക് സംവരണം വരുന്നത്. അങ്ങനെയല്ല. അതായത് ആദ്യം മുതൽ പറയുകയാണെങ്കിൽ 2011 ഇതിനു മുമ്പ് സെൻസസ് നടന്നത്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ 121 കോടി ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കുക, SC കാറ്റഗറി അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറി 20 കോടി ആൾക്കാരുണ്ടായിരുന്നു. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 10 കോടി ആൾക്കാരുണ്ടായിരുന്നു. ഇനി OBC മൊത്തം നോക്കുകയാണെങ്കിൽ, അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് OBC മൊത്തം നോക്കുകയാണെങ്കിൽ 52%, ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 52% വരുന്നത് OBC കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. അപ്പോ ജനറൽ കാറ്റഗറി മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 24% ആൾക്കാർ മാത്രമേ ഇന്ത്യയിൽ ജനറൽ കാറ്റഗറി വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആകെ OBC കാറ്റഗറി 50% തിരിച്ചാൽ 52%, പകുതി മാത്രമേ. പിന്നെ SC കാറ്റഗറിയിൽ 15%, ST കാറ്റഗറിയിൽ ഒരു 7-7.5% വരും. അങ്ങനെ ആകെ 75% വരുന്ന സംവരണ വിഭാഗമാണ്. തീർച്ചയായിട്ടും ബാക്കി വരുന്ന 25% ആളുകൾ മാത്രമേ ജനറൽ കാറ്റഗറി വരുന്നു. അങ്ങനെയാണ് പോപ്പുലേഷൻ വെച്ച് നോക്കുന്നത്. അപ്പൊ മനസ്സിൽ വരരുത് ജനറൽ കാറ്റഗറി ഒരുപാട് ഉള്ളതുകൊണ്ടാണ് അവർക്ക് സംവരണം കിട്ടാത്തത്. അങ്ങനെയല്ല. അതായത് സംവരണം വന്നത് ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടല്ല. അതായത് നമ്മൾ കുറെ വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് നല്ല പൊസിഷൻസ് മൊത്തം ഹോൾഡ് ചെയ്തിരുന്നത് ഉയർന്ന വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു. അതായത് താഴെയുള്ള ആൾക്കാർക്ക്, അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന OBC കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിക്കോട്ടെ, ഷെഡ്യൂൾഡ് ട്രൈബ് ആയിക്കോട്ടെ, ഇവർക്ക് സർക്കാർ മേഖലയിലും ബാക്കി എല്ലാ സ്ഥലത്തും അവസരങ്ങൾ ബാക്കിയൊന്നുമില്ലായിരുന്നു. സോ അവരെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സംവരണം എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത്. നമ്മളൊരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1902 കോളാപൂരിലെ രാജാവായിരുന്ന ഛത്രപതി ഷാനു മഹാരാജ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംവരണം കൊണ്ടുവന്നത്. അന്ന് താഴ്ന്ന വിഭാഗക്കാർക്ക് 50% സംവരണമാണ് അദ്ദേഹം ഏർപ്പാടാക്കിയത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സംവരണം വന്നു. മാത്രമല്ല, ഇതിന്റെ പരാമർശം ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അതായത് ഹണ്ടർ കമ്മീഷൻ വന്ന സമയത്ത് 1882 ഹണ്ടർ കമ്മീഷൻ വന്ന സമയത്ത് ഇദ്ദേഹം ജ്യോതിബ ഫുലെ പോയി കണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞു താഴ്ന്ന വിഭാഗക്കാരെ മേലോട്ട് കൊണ്ടുവരണം. പക്ഷെ പ്രത്യക്ഷത്തിൽ ഒരു ആക്ഷൻ വന്നത് 1902 കോളാപൂരിലാണ് സംവരണം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. 50% സംവരണം കൊണ്ടുവന്നു. പിന്നീട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ബാക്കിയെല്ലാം ഉണ്ടായി. അതിനുശേഷം 1932 പൂന പാക്ട് ഇതിനൊരു നാഴികക്കല്ലായിരുന്നു നമുക്ക് പറയാം. അതായത് പൂന പാക്ടിൽ 1932 പൂന പാക്ടിലാണ് കമ്മ്യൂണൽ അവാർഡ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ അന്ന് അംബേദ്കർ അടക്കം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് മാത്രം, വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക മണ്ഡലം ക്രമീകരിച്ചു കൊടുക്കണം. ആ മണ്ഡലത്തിലേക്ക് അവർ മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിം സംവരണമാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ആ സംവരണ മണ്ഡലത്തിലേക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഗാന്ധിജി യർവാദ ജയിലിൽ അതുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്നു. താൻ മരിക്കുവോളം നിരാഹാരം കിടക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. അതിന്റെ ഭാഗമായി കുറെ ചർച്ചകളൊക്കെ നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അംബേദ്കർ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ആരോഗ്യനില തകരുന്നതിൽ പ്രധാന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നീട് ഒരു അനുനയ നീക്കത്തിലേക്ക് പൂന പാക്ടിലൂടെ എത്തുന്നത്. ആണ് അത് അംബേദ്കർ പൂർണ്ണമായിട്ട് സമ്മതത്തോടെ അല്ല, മറിച്ച് ഗാന്ധിജി അദ്ദേഹം ഒരു വലിയൊരാളാണ്, അദ്ദേഹം അംബേദ്കർ കാരണം ഗാന്ധിജിക്കൊന്നും സംഭവിക്കരുത്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ പൂന പാക്ടിലേക്ക് അന്ന് വന്നു. ആ പൂന പാക്ടിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു തലത്തിലേക്ക് മണ്ഡലങ്ങളും ബാക്കിയെല്ലാം വന്നത്. ഇപ്പൊ ഇന്ന് ഒരു മണ്ഡലത്തിൽ ഇപ്പൊ SC STക്ക് ഷെഡ്യൂൾ ചെയ്ത ഒരു മണ്ഡലത്തിലാണെങ്കിൽ എല്ലാവർക്കും വോട്ടുണ്ട്, എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത് പൂന പാക്ടിലൂടെയാണ് വന്നത്. അതിനുശേഷം 1950 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. 1950 നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16 ആണെങ്കിൽ സർക്കാർ മേഖലയിലെ സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു, എല്ലാവർക്കും തുല്യമായിട്ട് അവസരം കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനകത്തും സംവരണം പറയുന്നുണ്ട്. ഓക്കെ, സംവരണം ഏറ്റവും പ്രധാന, ഞാൻ എതിർക്കുന്ന ഒരാളല്ല. കാലഘട്ടം ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി മെമ്മോറിയൽ ആയിക്കോട്ടെ, ഈഴവ മെമ്മോറിയൽ ആയിക്കോട്ടെ, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ശക്തമായി മുന്നോട്ട് വന്നു. പിന്നെ അയ്യങ്കാളിയെ പോലുള്ള വ്യക്തികൾ ധീരമായി, അതായത് വെറുതെ പോയി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഫൈറ്റ് ചെയ്ത് നേടണം, ആക്ഷനിലൂടെ നേടണമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലുവണ്ടി യാത്ര ഉൾപ്പെടെ ഭയങ്കര പ്രക്ഷോഭകരമായ കാര്യങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. നമ്മുടെ നിവർത്തന പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അങ്ങനെ ഈ നിവർത്തന പ്രക്ഷോഭത്തിലൂടെയാണ് PSC എന്ന സ്ഥാപനം തന്നെ വന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം മൂലം PSC വന്നു. അതേപോലെ തന്നെ സംവരണം കേരളത്തിൽ കുറച്ചും കൂടെ ശക്തമായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങളിലൂടെയാണ്
ഈ സംവരണം കേരളത്തിലും ഇന്ത്യയിലും ബാക്കി എല്ലാ സ്ഥലത്തും വന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കാം പണ്ട് അതായത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ഒരുപാട് അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ താഴെയുള്ളവരെ മേളിൽ കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ കടമ തന്നെയാണ്. എല്ലാവരും ഒരേപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ അതിനുശേഷം നോക്കുകയാണെങ്കിൽ 1979 പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 1979 മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. 1979 മണ്ഡൽ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ OBC വിഭാഗത്തെ കണ്ടെത്തുക. അങ്ങനെ 1990 ഈ ശുപാർശ നടപ്പിലാക്കി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ നടപ്പിലാക്കി. അപ്പൊ അതനുസരിച്ച് OBCക്ക് 27% സംവരണം നൽകി. 27% സംവരണം ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്. ഓക്കെ, അതിനുശേഷം നോക്കുകയാണെങ്കിൽ 1992 സുപ്രീം കോടതി സംവരണത്തിന് 50% പരിധി കൊണ്ടുവന്നു. അതായത് 50% കൂടുതൽ ഒരിക്കലും സംവരണം കൊടുക്കാൻ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 50% കിട്ടണം, ബാക്കി ജനറൽ സംവരണമായിട്ട് 50%. തീർച്ചയായിട്ടും അന്നത്തെ ഇന്ദിരാ ഷാനെ കേസിലാണ് ആ ഒരു സംഭവം വന്നത്. ഓക്കെ, അതിനുശേഷം ക്രീമിലെയർ എന്ന ആശയം വന്നു OBCക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ 2019 EWSന് 10% സംവരണം കൊടുക്കണമെന്ന് വന്നു. 2022 അതിന് ഭരണഘടനാ സാധുത നൽകി. അപ്പൊ ഇന്ന് നമ്മള് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംവരണം വരുന്നത്. അവിടെ മനസ്സിലാക്കുക ഓപ്പൺ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി എന്ന് പറയാൻ പറ്റത്തില്ല, ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമുക്കത് പറയാം. അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ 40% ഓപ്പൺ കോമ്പറ്റീഷൻ വരുന്നത്. അത് കഴിഞ്ഞ് എക്കണോമിക്കലി EWS ആണെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ 10% വരും. അത് കഴിഞ്ഞ് ഈഴവ, ബില്ല, തീയ 14% സംവരണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മുസ്ലിംസ് നോക്കുകയാണെങ്കിൽ 12% സംവരണമുണ്ട്. LC 4%. അത് കഴിഞ്ഞ് വിശ്വകർമ്മ നോക്കുകയാണെങ്കിൽ 3%, SIUC നോക്കുകയാണെങ്കിൽ 1%, ഹിന്ദു നാടാർ നോക്കുകയാണെങ്കിൽ 1%, then SEC നോക്കുകയാണെങ്കിൽ 1%, അടുത്ത ധീരവ നോക്കുകയാണെങ്കിൽ 1%, OBC 3%. അതായത് നേരത്തെ പറഞ്ഞ OBC ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കാണെങ്കിൽ 3%, SC 8%, ST ആണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ 2%, പിന്നെ ഡിസബിൾഡ് ആണെങ്കിൽ 4% വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ശതമാനം വരുന്നത്. അവിടെ ഡിസബിൾഡ് എക്സ്ട്രാ ആണ് വരുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അവിടെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 40% റിസർവേഷൻ ഉള്ളത്. ഈ 40% എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് മാത്രം വരുന്നതല്ല, ആർക്ക് വേണമോ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് എല്ലാവരും മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ 40% എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിപ്പോ മുസ്ലിംസ് ആയിക്കോട്ടെ, ഈഴവ ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ 40% ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതായത് അതിനേക്കാളും മേളിൽ ഒരാൾ മാർക്ക് സ്കോർ ചെയ്ത് വെച്ചാല് ആ 40% എല്ലാവർക്കും അർഹപ്പെട്ടാണ്. അപ്പൊ അതിന്റെ റൊട്ടേഷൻ ചാർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും. അപ്പൊ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ സാർ ഇപ്പൊ പറഞ്ഞ റൊട്ടേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ LGSന് പുറമെയുള്ള LGSന് സെപ്പറേറ്റ് ആയിട്ടൊരു ക്രൈറ്റീരിയ ആണ് അവർ ഫോളോ ചെയ്യുക. ഇത് LGS അല്ലാത്ത, അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് അല്ലാത്ത പോസ്റ്റുകൾക്കാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സംവരണം പാലിക്കപ്പെടുന്നത്. അപ്പൊ ഇതിനകത്തിൽ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു കേരള PSCക്ക് ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ഇതേപോലെ തന്നെ LGSനും LGS അല്ലാത്തതിനും സെപ്പറേറ്റ് റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. അതിലിപ്പോ LGS അല്ലാത്ത റൊട്ടേഷൻ ചാർട്ട് ആണെങ്കിൽ എപ്പോഴും ഓഡ് നമ്പറിൽ വരുന്നത്, അതായത് 100 അഡ്വൈസുകൾ ഒരുമിച്ചായിരിക്കും റൊട്ടേഷൻ എടുക്കുക. അതിൽ ആദ്യത്തെ, അതിനെ പിന്നെ 20 എന്ന് പറഞ്ഞ ഒരു ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ 1 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണല്ലോ. ആ ഓഡ് നമ്പർ വരുന്നതെല്ലാം ഓപ്പൺ കാറ്റഗറി അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷനിലായിരിക്കും എന്ത് ചെയ്യാം, ഓപ്പൺ കോമ്പറ്റീഷൻ ആർക്ക് വേണമോ 40% ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ഈവൻ നമ്പേഴ്സ് എല്ലാമാണ് സംവരണ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് SCക്ക് ഇത്ര, STക്ക് ഇത്ര, അത് ഏതൊക്കെ പൊസിഷനിലാണ് വരേണ്ടത് എന്ന് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1ാം റാങ്കുകാരൻ ഒരു SC കാരനാണെന്ന് ഇരിക്കട്ടെ. ഒരു SC കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് 1ാം റാങ്കുകാരൻ എങ്കിൽ ഇപ്പൊ 1 എന്ന് പറയുന്ന ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. പക്ഷെ SCക്ക് സെപ്പറേറ്റ് സംവരണമുണ്ട്. എങ്കിൽ പോലും അവൻ ഏതിൽ പോകണം? 1ാമത്തെ ഓപ്പൺ കോമ്പറ്റീഷനിൽ പോകണം. കാരണം അവന് മാർഗമുണ്ട്, 1ാം റാങ്കുകാരനാണ്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഒരു SC കാരൻ കയറി പോകും. അപ്പം സ്വാഭാവികമായിട്ടും തൊട്ട് താഴെ ചിലപ്പോൾ 2ാമത്തെ റൊട്ടേഷനിൽ കിടക്കുന്ന ഒരു SC സംവരണത്തിന് മാത്രം അർഹതപ്പെട്ട സീറ്റായിരിക്കും. അവിടെ ആര് മാത്രമേ പോകാവൂ? SC കാരൻ മാത്രമേ പോകാവൂ. എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയി ഓരോ പൊസിഷൻ ഓരോ സംവരണക്കാർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ ആ സംവരണക്കാരൻ മാത്രമേ പോകാവൂ. മുസ്ലിം ആണെങ്കിൽ മുസ്ലിമേ പോകാവൂ, SC ആണെങ്കിൽ SCയെ പോകാവൂ, OBC ആണെങ്കിൽ OBCയെ പോകാവൂ. പക്ഷെ ഓപ്പൺ കാറ്റഗറിയുടെ കേസിലേക്ക് വരുമ്പോൾ ഇതിൽ ഏത് സംവരണത്തിൽ പെടുന്ന ആൾക്കും സംവരണം ഒന്നും ഇല്ലാത്ത ആൾക്കും എവിടെ കയറി പോവാം? ഓപ്പൺ കാറ്റഗറിയിൽ കയറി പോവാം. ഇനി 50% ഓപ്പൺ കോമ്പറ്റീഷന്റെ സംവരണം. ഈ 50% മാറി അത് 40% എത്തിയത് 2019 EWS എന്ന് പറയുന്ന സംവരണം കൂടി വന്നപ്പോഴാണ്. അതായത് EWSന്റെ ഫുൾ ഫോം ഇതാണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുന്നോക്ക വിഭാഗത്തിലെ ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ. അപ്പൊ അവര് എവിടെ വരുന്നവരാ? 50% പെടുന്നവരാണ് എന്ന മാനദണ്ഡത്തിലാണ് 40-10 എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്നും കൂടി പ്യുവർ ജനറൽ കാറ്റഗറിക്കാണ് സംവരണം പോകുന്നത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒന്ന് നോക്കിയാൽ, അതായത് ടോട്ടൽ ഒരു 100 അഡ്വൈസുകൾ പോയാൽ അതിൽ ഏതാണ്ട് ഒരു 75ഓളം അഡ്വൈസും
സംവരണം കിട്ടേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ കയറി പോകുന്നുണ്ടാകും. ബാക്കി 25% പ്യുവറായിട്ട് ഒരു സംവരണവും ഇല്ലാത്ത ജനറൽ കാറ്റഗറി കയറി പോവുക. ഈ രീതിയിലാണ് ഈ റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതും ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉള്ളതാണ്, എങ്ങനെയാണ് ഈ റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഈ രീതിയിലാണ് ഈ റൊട്ടേഷന്റെ സംവിധാനം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് PSCയിൽ സംവരണം നടക്കുന്നത്. ഓക്കെ, ഇനി എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ വരും, ഇത് ശരിയാണോ തെറ്റാണോ? അതായത് പണ്ടത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എല്ലാ വിഭാഗത്തിനും ഒരേപോലെ മേലോട്ട് കയറി വരേണ്ടതുണ്ട്, ഒരേ അവകാശങ്ങൾ എല്ലാവരും കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനോട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി എനിക്കറിയത്തില്ല ശരിയാണോ തെറ്റാണോ. പക്ഷേ സംവരണം എന്ന ആശയത്തോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. അതായത് ഇക്വാലിറ്റി എല്ലാ സ്ഥലത്തും വരണം, എല്ലാ സ്ഥലത്തും ഇക്വാലിറ്റി വരണം, എല്ലാവരും ഒരേപോലെ ആയിരിക്കണം. അത് എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്. അതായത് ഇന്ത്യയുടെ സമ്പത്തിന്റെ ഒരു നല്ലൊരു ശതമാനം കൈയാളുന്നത് വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ് നിൽക്കുന്നത്. പക്ഷെ അതല്ല, എല്ലാവരിലേക്കും താഴേക്ക് ഇത് വരണം, എല്ലാവർക്കും അവകാശങ്ങൾ കിട്ടണം, എല്ലാവർക്കും സാമ്പത്തികമായിട്ട് മേലോട്ട് കയറി പോകണം, എല്ലാവരും ഒരേപോലെ കാണണം. ഒരു ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളടാ, മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മളെ ഒരു കൈ മുറിയുകയാണെങ്കിൽ അതിനകത്ത് എല്ലാവരുടെ കയ്യിലും വരുന്നത് ചുവന്ന രക്തം തന്നെയാണ് വരുന്നത്. ആ ഒരു ബ്രദർഹുഡ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 104ാമത്തെ അമെന്റ്മെന്റ് ഉണ്ടായി. അപ്പൊ 104ാമത്തെ അമെന്റ്മെന്റിലൂടെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അന്ന് വരെയുള്ള സംവരണ സംവിധാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റിലേക്കും അതേപോലെ തന്നെ MLA ഇലക്ഷൻ നിയമസഭയിലും ഒക്കെ ഇവർക്ക് സംവരണം ഉണ്ടായിരുന്നു. നിയമസഭയിലേക്ക് എനിക്ക് 2 പേരാണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതികളായിട്ടുണ്ടായിരുന്നത്. ഒരാളായിരുന്നു. 141 മണ്ഡലങ്ങളായിരുന്നു 140 മാറി. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള സംവരണം ആ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, മാറ്റുന്നുണ്ടാവും. അത്തരത്തിൽ എല്ലാവരെയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും റിസർവേഷൻ സംവിധാനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മെച്ചപ്പെടുന്നതനുസരിച്ച്, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മാറുന്നതനുസരിച്ച്, സമ്പാദന രീതി മാറുന്നതനുസരിച്ച് ഒരു പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഒരു കാറ്റഗറിയിലേക്ക് വന്നേക്കാം മുന്നോട്ട് പോകുമ്പോൾ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. സോ 2026 അതായത് ഈ വർഷം ഒരുപാട് എക്സാംസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, VFA, ബിവറേജ് LD, ഫോഴ്സിലെ പരീക്ഷകൾ, അങ്ങനെ ഒത്തിരി എക്സാംസ് മുമ്പിലുള്ള ഒരു വർഷമാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, തീയായിട്ട് നിന്ന് പഠിക്കാം. ഒരു 7 മാസം നിങ്ങളൊന്ന് സ്വയം കത്താൻ റെഡിയാണെങ്കിൽ, സ്വയം ഒന്ന് എഫേർട്ട് കൊടുക്കാൻ റെഡിയാണെങ്കിൽ എനിക്ക് ഉറപ്പ് തരാം 2027 ആദ്യം നിങ്ങൾ സർവീസിൽ കയറിയിരിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിച്ചോ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടേക്കാം. താങ്ക് യു.